പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശനിയാഴ്ച ദിനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നാളെ നമുക്കറിയാം പെന്തക്കോസ്താ തിരുനാളാണ്. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരു സമ്പൂർണ്ണ ജപമാലയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം കേട്ടോ. പ്രത്യേകിച്ച് സ്ലീഹന്മാരല്ല, ഭയചകിതരായ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ അല്ലേ, ഭയചകിതരായിരുന്ന സ്ലീഹന്മാർ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മധ്യയിലേക്ക് പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായിട്ട് പരിശുദ്ധാത്മാവ് വന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ നാളത്തെ ദിനത്തിൽ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നാളെ ബലി അർപ്പിച്ച് അമ്മയുടെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. നേരത്തെ തന്നെ നാളെ കുർബാനയ്ക്കൊക്കെ പോകണം. കുറേ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഏശയ്യാ പ്രവചനം 43:1. അവിടെ വചനം പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. അതായത് കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ സഹോദരങ്ങളെ, ദൈവമേ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ചിരുന്നുവെങ്കിൽ. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും പ്രയാസം കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടെ പറയും, വചനം പറയണം, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പാസ്റ്റ് ടെൻസാണ് പറയുന്നത്. അതായത് ഒരു ദൈവ പൈതൽ യേശുവിനെ തന്നെ സമർപ്പിക്കുന്നതോടെ യേശു നൽകുന്ന രക്ഷ ആ വ്യക്തിക്ക് സ്വന്തമാക്കാൻ പറ്റുവാണ്. നമ്മുടെ വിഷയം എന്താണെങ്കിലും നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യാത്തത് കൊണ്ട് തന്നെ യേശുവിലൂടെ നൽകപ്പെടുന്ന രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയൊരു കൃപയും അഭിഷേകവും നമ്മളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.